വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരുമില്ലാത്തൊരു ദിവസമാണ്. ഞാനും മനുഷ്യൻ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ കുട്ടിമോൾ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ നമ്മൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ആ ഒരു ഡേ ആയിരിക്കും ഇന്നുണ്ടാവുക, വീട്ടിലുണ്ടാവുക. അപ്പോൾ വീടൊക്കെ അലങ്കോലമായി കിടക്കുന്ന വീടൊക്കെ ക്ലീൻ ചെയ്യണം, പിന്നെ കുട്ടികളും ഫുഡ് കൊടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. ഇത് ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ബെഡിൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബെഡ്. ഇത് ക്ലീൻ ചെയ്യണം. ആദ്യം ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. ഈ റൂം നമുക്ക് ഇനി മാറ്റിയെടുക്കാം. നമ്മുടെ ബെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. ഈ റൂമിൻ്റെ അവസ്ഥ അതിലേറെ മോശമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, റൂമുകളൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് കിച്ചണാണ് ക്ലീൻ ചെയ്യാനുള്ളത്. എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ഇടയിൽ കറണ്ടും പോയിട്ടോ. കിച്ചൺ അത്രക്കൊന്നും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള പ്ലേറ്റുകളൊക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അത് അനൂസാണ് കഴുകിയത്. അവൾ പറഞ്ഞു ഞാൻ കഴുകിക്കോളാം. അവൾ പോയാൽ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവൾ കഴുകാൻ പറഞ്ഞതുകൊണ്ട് അവൾ കഴുകി. ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ അടിച്ചു. പിന്നെ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യണ, അതായത് അടുപ്പിൻ്റെ ഏരിയ ക്ലീൻ ചെയ്യാം. കൂടുതൽ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഏരിയ കേട്ടോ കുറച്ചും കൂടി ക്ലീൻ ചെയ്യാൻ പണിയായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തുടച്ച് വെച്ചു. പിന്നെ അവിടുത്തെ വിറകുകളൊക്കെ ഒന്ന് താഴേക്കിട്ടു. അതൊക്കെയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. നല്ല ക്ലീനായില്ലേ. പിന്നെ ഞാൻ രാവിലെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുണിയൊക്കെ ഞാൻ അയലിലിട്ടു കേട്ടോ. ചിക്കുമ്മനൊക്കെ പെണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പുറത്തെ ഉപ്പാൻ്റെ പറമ്പിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പശുവിനെ പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പശുവിനെ കാണിച്ചു തരാണ് മനു. കുറേ പശുക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് മനു കാണിച്ചു തരാം കേട്ടോ. ബ്രഷൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർ ഫ്രഷായി വന്നിട്ട് അവൻക്കും ആമിക്കും ഞാൻ പുട്ട് കൊടുത്തിട്ടോ. ചിക്കു നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പുട്ടും ചായയും ഒക്കെ ഒഴിച്ചിട്ട് കൊടുത്തു. അവരങ്ങനെയാണ് കഴിക്കാറ് കേട്ടോ. ആമി പഞ്ചസാര ഇട്ടിട്ടുണ്ടോന്നാട്ടോ ചോദിക്കണത്. കുഞ്ഞുങ്ങൾ എല്ലാവരും ഇവിടെ ഭയങ്കര കളിയാണ്. ആമിയോടൊക്കെ ഇവിടെ വെളുത്തം കളിക്കും. ചിക്കു പോണില്ലേ? ഓ ചിക്കു അങ്ങനെ കളിക്കാൻ പോയി. പിന്നെ ഞാൻ അവിടെ കടിച്ചു വാരിട്ടു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിള്ളേർക്ക്. മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. കട്ട് ചെയ്ത മാംഗോസ് നമുക്ക് ഈ ഒരു ബൗളിൽ ഇടാം. നമുക്കതിലേക്ക് ഉപ്പും കുരുമുളക് പൊടികളും ഇടാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇടാട്ടോ. എനിക്ക് നന്നായി കുരുമുളക് പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. നമുക്കിത് ഉപ്പൊക്കെ ഇളകിയിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ നമുക്കിത് കഴിക്കാം. ഇവരും കഴിക്കുന്നു, നമുക്കും കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇവർക്ക് കഞ്ഞി കൊടുക്കാനുള്ള ചടങ്ങാണ്. നമുക്ക് കഞ്ഞിക്ക് ഫിഷ് ഫ്രൈയും ഉപ്പിലിട്ട മാങ്ങയാണ് ഇട്ടുള്ളത്. നമുക്കിത് ഇവർക്ക് കൊടുക്കാം.
കടിക്കോ? അപ്പൊ ഗൈസ് നമുക്ക് ഞാൻ ഇവർക്കൊക്കെ കഞ്ഞി കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം. ബൈ ബൈ. ഗൈസ് നമുക്ക് ഈ ബിസ്ക്കറ്റ് അവർക്ക് പൊട്ടിച്ചു കൊടുക്കാം. പുളി കഴിയുന്നതിന് മുന്നേ ആൾക്കാർ ബിസ്ക്കറ്റ് തരും. തല തുറച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ അത് ബിസ്ക്കറ്റ് തരും. തോന്നും ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റില്ല. എന്താണ് 3 തന്നെ കൊടുത്തേ? കഴിഞ്ഞില്ലേ ബിസ്ക്കറ്റ്? കഴിഞ്ഞില്ലേ? കഴിച്ചോളി ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു കൂടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ലഞ്ച് കഴിക്കാം ഗൈസ്. നല്ല ഫിഷ് കറി, ഫിഷ് ഫ്രൈ ചെയ്തത്, അച്ചാറൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതായിരുന്നു ലഞ്ചിന് കേട്ടോ. ചിക്കു ഉറക്കെണീറ്റതിൻ്റെ കലിപ്പിലാണ്. ഉറങ്ങി എണീറ്റ് വന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കാണ്. എന്തോരുണ്ട് പോസ് ചെയ്തതാ? ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പോയിരിക്കുന്നു. അതെന്തുവാ? വെള്ളം കുടിക്കുന്നു. ചിക്കു കാലത്ത് പോയ 3 പേര് ഇതാ വരുന്നു. ഇത്ര നേരത്തെ പോയതാണെന്നറിയോ? ഇവൾക്ക് എന്തുകൊണ്ട് ഇത്ര നാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉമ്മ വന്നു. പിന്നെ ഞങ്ങൾ ഫൈഹമോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ഫൈഹമോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.